നമസ്കാരം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് വിഘടനവാദി സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ 80-ലധികം പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 12-ലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ ഈ ഏകോപിത ആക്രമണം പാക് പ്രതിരോധ നിരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ഹെറോഫ് ഘട്ടം 2 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിലൂടെ 18 സൈനികരെ തങ്ങൾ ബന്ദികളാക്കിയതായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നു. ശനിയാഴ്ച രാത്രി വൈകിയും ഞായറാഴ്ച പുലർച്ചെയുമാണ് ഈ ചോരപ്പുഴ അരങ്ങേറിയത്. ക്വറ്റ, ഗ്വാദർ, മക്രാൻ, ഹബ്ബ്, ചമൻ തുടങ്ങിയ പ്രവിശ്യയിലെ പ്രധാന മേഖലകളിലെല്ലാം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഫിദായിൻ സംഘങ്ങൾ ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടു. ഹൈവേകൾ ഉപരോധിച്ചും പാലങ്ങൾ തകർത്തും പ്രവിശ്യയെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇവരുടെ തന്ത്രം. സെക്യൂരിറ്റി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയും പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയും ചാവേർ ആക്രമണങ്ങളും വെടിവെപ്പും ഉണ്ടായി. പാകിസ്ഥാൻ ചരിത്രത്തിൽ സമീപകാലത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളിയാണിത്. ആക്രമണത്തിന് പിന്നാലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പാക് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫ്രണ്ടിയർ കോപ്സ് സൈനികരുമാണ്. തങ്ങൾ പിടിച്ചെടുത്ത സൈനിക ക്യാമ്പുകളുടെയും തകർത്ത വാഹനങ്ങളുടെയും ദൃശ്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. എന്നാൽ പാക് സൈനിക വക്താക്കൾ ഇതിനെ തള്ളിക്കളയുകയാണ്. ആക്രമണത്തെ സൈന്യം ചെറുത്തുവെന്നും 70ഓളം വിമതരെ വധിച്ചുവെന്നുമാണ് ഔദ്യോഗിക ഭാഷ്യം. എങ്കിലും സാധാരണക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലേക്ക് അടുക്കുകയാണെന്ന് സ്വതന്ത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാൻ കത്തുന്നത്? ദശാബ്ദങ്ങളായുള്ള വിവേചനവും വിഭവങ്ങളുടെ ചൂഷണവുമാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണെങ്കിലും വികസനത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ. അവിടുത്തെ സ്വർണം, ഗ്യാസ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഇസ്ലാമാബാദും ചൈനയും ചേർന്ന് കൊള്ളയടിക്കുകയാണെന്ന് ബലൂച്ച് ജനത വിശ്വസിക്കുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള പദ്ധതികളെ ലക്ഷ്യം വെച്ചും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുൻപും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ വിദേശികൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ ഹെറോഫ് അവർ തുടരുന്നത്. നിലവിൽ ബലൂചിസ്ഥാനിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിച്ചും കനത്ത സൈനിക വിന്യാസങ്ങൾ നടത്തിയും പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമം. എന്നാൽ ഈ ആക്രമണത്തോടെ പാക് ഇന്റലിജൻസ് സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ രാഷ്ട്രീയം എങ്ങോട്ട് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.